തദ്ദേശ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്ന തിരുവനന്തപുരം നഗരസഭ ഒരുപക്ഷേ സംസ്ഥാനവും അതേസമയം തന്നെ രാജ്യവും ഉറ്റുനോക്കുന്ന ഒരു നഗരസഭയാണ് തിരുവനന്തപുരം. ആ തിരുവനന്തപുരം നഗരസഭയിൽ UDF മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാന ഫേസായിട്ടുള്ള ശബരിനാഥാണ് ഇപ്പോഴുള്ളത്. സർ, ഈ ഒരു ഇലക്ഷൻ്റെ ഈ ആദ്യ പ്രചരണം എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണെന്ന് തോന്നുന്നു? വളരെ നല്ല പ്രതീക്ഷയാണ്. കാരണം UDF ആണ് ആദ്യമായിട്ട് സ്ഥാനാർത്ഥികളെ ഇറക്കിയത്. കൃത്യമായിട്ടുള്ള പ്രവർത്തനം, നല്ല കാൻഡിഡേറ്റ്സ്. ഒരു തിരുവനന്തപുരം ജില്ലയുടെ പരിച്ഛേദമായിട്ട് തന്നെ ആശാ വർക്കർമാർ മുതൽ വൈഷ്ണവ് പോലത്തെ ടെക്കികൾ പോലെ പരിണിതപ്രജ്ഞരായിട്ടുള്ള സീനിയർ കൗൺസിലേഴ്സ്, എന്നെ പോലത്തെ ആളുകൾ, നല്ലൊരു മിക്സാണ്. ജനങ്ങളുടെ ആവേശത്തോടെയാണ് നമ്മളെല്ലാം വീടുകളിൽ കൊണ്ടുപോകുന്നത്. നല്ല വിജയം ഇത്തവണ നമ്മൾ കോർപ്പറേഷൻ തീർച്ചയായിട്ടും UDF പിടിക്കുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നമുക്കുണ്ട്. ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDFനെ സംബന്ധിച്ച് ഒരു അനുകൂലമായ സാഹചര്യമായിരുന്നു. ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ആണെങ്കിലും അതുപോലെ തന്നെ എക്സിക്യൂഷൻ ആണെങ്കിലും ആ ഒരു എക്സിക്യൂഷൻ ഇത്തവണയും ആദ്യ ഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത് വിജയം കാണുമെന്ന് തോന്നുന്നു. അല്ല, ഒന്നാം ഘട്ടം നമ്മൾ നന്നായിട്ട് വളരെ മുന്നിലാണ്. ഇനി രണ്ടാം ഘട്ടത്തിലായപ്പോൾ ബാക്കി പാർട്ടികളെല്ലാം സ്ഥാനാർത്ഥികളായല്ലോ. ഇനിയും നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടത്തിക്കൊണ്ട് ഈ സ്റ്റഡി ആയിട്ട് നമുക്ക് ആദ്യം ലഭിച്ച ഈ മൊമെൻറ്റം അവസാന ദിവസം വരെ, ഈ ലാസ്റ്റ് പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്ന സമയം വരെ നമ്മൾ ആ മൊമെൻറ്റുമായി നന്നായിട്ട് പോകും. തീർച്ചയായിട്ടും മഹാഭൂരിപക്ഷത്തിൽ ഇത്തവണ UDF കോർപ്പറേഷൻ വിജയിക്കും. കഴിഞ്ഞ തവണത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത്യാവശ്യം UDFനെ സംബന്ധിച്ച് അല്പം പുറകിലാണ്. അപ്പം ഇനിയൊരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് നല്ലൊരു കടമ്പ കടക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് അതിന്? ലാസ്റ്റ് ടൈം നമുക്കുണ്ടായതൊരു പൊളിറ്റിക്കൽ ലോസ് അല്ല, നമ്മുടെ പാർട്ടിക്കകത്തുള്ള ചില പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോൾ ഏകദേശം 15 ദിവസം മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ജനങ്ങളിതൊക്കെ വീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസ് ഇവിടെ വിശ്വാസ്യതയുള്ളൊരു ബ്രാൻഡാണ്. ആ വിശ്വാസ്യതയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മഹാവിജയം നേടുന്നുണ്ട്. തിരുവനന്തപുരത്ത് NDAയും അതുപോലെ തന്നെ LDF തമ്മിൽ ശക്തമായൊരു പോരാട്ടം. അതായത് LDF വളരെ മികച്ചൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നു, അതേസമയം തന്നെ NDA വളർന്നു വരുന്നൊരു സാഹചര്യം കൂടിയാണ്. മാത്രമല്ല LDFനെ സംബന്ധിച്ച് ഇപ്പം പുതിയ സ്ട്രാറ്റജി എല്ലാം തന്നെ ക്ഷേമ പെൻഷൻ ആണെങ്കിലും പുതിയ പദ്ധതികളെല്ലാം മുന്നോട്ട് വയ്ക്കുന്നതാണ്. അപ്പം അതെങ്ങനെയായിരിക്കും? ഒരു അവസാന മിനിറ്റ് ഇലക്ഷൻ ഒരു ദിവസം മുമ്പ് മെട്രോ പ്രഖ്യാപിക്കുന്നതും അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് പണ്ടേ ഏറ്റിരുന്ന പെൻഷൻ കൂട്ടുന്നതൊന്നും ജനങ്ങൾ അതിനെ കൃത്യമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ BJP അവർക്ക് ഭരിക്കാൻ ലഭിച്ച അവസരങ്ങൾ, പന്തളം മുനിസിപ്പാലിറ്റി ആവട്ടെ പാലക്കാടാവട്ടെ, അവർ തകർന്നിരിക്കുകയാണ്. പിന്നെ ശബരിമലയിൽ ഭഗവാന്റെ സ്വർണം തന്നെ കട്ടുകൊണ്ടുപോയ കാണുന്ന ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ വിശ്വാസ്യതയുള്ളൊരു പാർട്ടി കോൺഗ്രസ് ആണ്. വികസനവും ഭാവി തിരുവനന്തപുരത്തെ വളർത്തുവാനും കോൺഗ്രസ്സാണ് നല്ലതെന്ന് മനസ്സിലാക്കി നല്ല ഒരു വിജയം നമുക്ക് ഉണ്ടാകും. യാതൊരു സംശയവും വേണ്ട. ഒന്നാമത് UDF ആയിരിക്കും, മറ്റു പാർട്ടികൾ പിന്നിലായിരിക്കും.